Hi students, SLC IT Model എക്സാമിലെ സ്ക്രൈബസ് ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ നോക്കാം. Design a magazine page using Scribus software as in the model according to the hints given below. Use the file namely desertexploration.sla given in the Scribus folder in exam 10 documents folder for this. Include the text Desert Exploration as heading. Color it and arrange it as in the model. Font Anek Malayalam. Size 65 pt. Draw a line below the heading and color it. Line width 1 mm. Set the contents in 3 columns, gap 5 mm. Save the prepared file with your register number _ desert as in the file name in PDF format to the exam 10 products folder. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഫയൽസ് ഓപ്പൺ ചെയ്യുന്നു. അതിൽ എക്സാം ഡോക്യുമെൻറ്റ്സ് എടുക്കാം. ഇതിൽ സ്ക്രൈബസ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമ്മളോട് ഡിസേർട്ട് എക്സ്പ്ലോറേഷൻ എന്നാണ് ഫയലിൻ്റെ പേര് പറഞ്ഞത്, അത് കൊടുക്കുന്നു. അപ്പോൾ ഇതിവിടെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത്, ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഡിസേർട്ട് എക്സ്പ്ലോറേഷൻ എന്ന് കൊടുക്കണം. അതിൻ്റെ താഴെ ഒരു ലൈൻ കൊടുക്കണം. ഇത് 3 കോളംസ് ആക്കി മാറ്റണം. അപ്പോൾ നമുക്ക് ആ ഡിസേർട്ട് എക്സ്പ്ലോറേഷൻ എന്നുള്ള ഹെഡിങ് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇത് ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം. അപ്പോൾ ഹെഡിങ് കൊടുക്കാനായിട്ട് ഇവിടെ ടെക്സ്റ്റ് ഫ്രെയിം എന്നുള്ളത് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നു. കുറച്ച് വലിയൊരു ടെക്സ്റ്റ് ഫ്രെയിമാണ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത്. കാരണം ഇവിടെ കാണിക്കുന്ന ഈ ഒരു ടെക്സ്റ്റ് കുറച്ച് 65 pt ഉള്ള ടെക്സ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു. ഇനി ഡിസേർട്ട് എക്സ്പ്ലോറേഷൻ എന്ന് കൊടുത്തു. നെക്സ്റ്റ് ലൈനിലാണ് എക്സ്പ്ലോറേഷൻ, എൻ്റർ അടിച്ചു, എക്സ്പ്ലോറേഷൻ എന്ന് കൊടുത്തു. ഇനി ഇത് സെലക്ട് ചെയ്തു. ഇവിടെ റൈറ്റ് അലൈൻ റൈറ്റ് എന്നുള്ളത് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ 65 pt എന്നാണ് കൊടുക്കേണ്ടത്, 65 എന്ന് കൊടുത്തു. അതുപോലെ തന്നെ ദജാവ് എന്നുള്ളിടത്ത് നമ്മൾ അനേക് മലയാളം എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞതുപോലെ സെറ്റ് ചെയ്തു. ഇവിടെ ഡിസൈൻ എന്നുള്ളിടത്തൊന്ന് എൻ്റർ പ്രസ് ചെയ്യുന്നു. എൻ്റർ പ്രസ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇവിടെ കളേഴ്സ് ഇത് സെലക്ട് ചെയ്ത് ഇനി നമുക്കിനി ഒരു വൈറ്റ് കളർ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ബ്ലാക്ക് എന്നുള്ളതിൽ സെലക്ട് ചെയ്തു. ഇവിടെ വൈറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് വൈറ്റ് കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നതുപോലെ ഏതാണ്ടാക്കിയിട്ടുണ്ട്. ഡിസേർട്ട് എക്സ്പ്ലോറേഷൻ എന്ന് കൊടുത്തു. ഇനി ഇതിൻ്റെ താഴെയായിട്ട് ഒരു ലൈൻ ഡ്രോ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ നിന്ന് ലൈൻ എന്നുള്ള ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡ്രോ ചെയ്തു. ഇനി അതിനും വൈറ്റ് കളറാണ്. അതിനായിട്ട് വിൻഡോസിൽ പ്രോപ്പർട്ടീസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇവിടെ ലൈൻ എന്നുള്ളിടത്ത് കളേഴ്സ് എന്നുള്ളിടത്ത് സ്ട്രോക്കിലാണ് കളർ കൊടുക്കേണ്ടത്. സ്ട്രോക്ക് എടുത്തു. വൈറ്റ് എന്നുള്ള കളർ കൊടുത്തു. ഇവിടെ പ്രത്യേക ലൈൻ വിഡ്ത്ത് 1 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈൻ എന്നുള്ളത് എടുത്തിട്ട് ലൈൻ വിഡ്ത്ത് 1 കൊടുക്കുക. ഇവിടെ ലൈൻ വിഡ്ത്ത് എന്നുള്ളതുണ്ട്. വേണമെങ്കിൽ 1 ടൈപ്പ് ചെയ്താൽ മതി. എൻ്റർ പ്രസ് ചെയ്തു. അപ്പോൾ 1 എന്നുള്ളത് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 3 കോളംസ് ആയിട്ട് സെറ്റ് ചെയ്യണം. അതിൻ്റെ അകത്ത് ഗ്യാപ്പ് 5 mm വേണമെന്നാണ്. അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ആ ടെക്സ്റ്റ് ബോക്സ് ഒന്ന് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് കോണ്ടൻറ്റ് പ്രോപ്പർട്ടീസ് എടുത്തു. ഇവിടെ കോളംസ് എന്നുള്ളതിൽ 3 കോളംസ് എന്ന് കൊടുക്കാം. ഗ്യാപ്പ് 5 mm ഇവിടെയുണ്ട്, അത് തന്നെ കൊടുത്തു. ഇത്രയാണ് നമ്മളോട് സെറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിതൊന്ന് പ്രിവ്യൂവിൽ നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യന് തന്നതുപോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യന് തന്നത്, അതുപോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്രിവ്യൂ മോഡ് ഓഫാക്കി ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യാം. അപ്പോൾ ഇത് സേവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് PDF ആയിട്ടാണ്. ഫയലിൽ എക്സ്പോർട്ട് സേവ് ആസ് PDF കൊടുത്തു. ഇവിടെ ചേഞ്ച് എന്നുള്ളിടത്ത് കൊടുത്തിട്ട് ഹോമിൽ എക്സാം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ഡിസേർട്ട് എന്നാണ് കൊടുക്കേണ്ടത്. ഡിസേർട്ട് എന്ന് കൊടുക്കുക. ഡിസേർട്ട് എന്ന് കൊടുത്ത് PDF സേവ് എന്ന് കൊടുത്തു. എന്നിട്ടിത് സേവ് എന്ന് കൊടുക്കുന്നു. ഇങ്ങനെയാണിത് സേവ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.